സാഗരം ഏകിടാം ബലിയായി തിരുസന്നിധി. എന്തുകൊണ്ടാണ് ക്രിസ്തു ദേവാലയത്തിൻ്റെ കാര്യമായി വരുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ടത്? ക്രിസ്തുവിൻ്റെ മറ്റൊരു മുഖം ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് എന്തിൻ്റെ വെളിച്ചമാണ് നൽകിയത്? ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്രയേറെ ദേഷ്യവും ഇത്രയേറെ നിലപാടുകൾ സ്വീകരിക്കാൻ കാര്യം എന്താണ്? അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ധ്യാനിക്കുന്നത്. ദേവാലയവുമായി ബന്ധപ്പെട്ട ചിന്ത ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നുമല്ല. കൃത്യമായി പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കാനായിട്ട് ഒരു സമാഗമ കൂടാരം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ കൃത്യമായിട്ട് സമാഗമ കൂടാരത്തിന് അളവും തൂക്കവും കൃത്യമായ സാധനങ്ങളുമൊക്കെ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താമസിക്കാനുള്ള ഇടമാണത്. അങ്ങനെ സമാഗമ കൂടാരത്തിന് എല്ലാ മഹത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് പണിയുകയുണ്ടായി. 2 മക്കാബായരുടെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുന്നത് വളരെ മനോഹരമായ ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ദേവാലയം പണിതിട്ട്, ഒരു പള്ളി പണിതിട്ട് ജനത്തെ അവിടെ കൂട്ടുകയല്ല ചെയ്തത്, മറിച്ച് ജനത്തിന് വേണ്ടി ഒരു പള്ളി പണിയാണ് ചെയ്തത്, ഒരു വിശുദ്ധ സ്ഥലം കണ്ടെത്തുകയാണ് ചെയ്തത്. ജനങ്ങളുടെ കഷ്ടപ്പാടിലും ഐശ്വര്യത്തിലും അവർക്ക് ആ സ്ഥലം പങ്കുചേർന്നുവെന്ന് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ വളരെ കൃത്യമായ പ്ലാനാണ് ഒരു ദേവാലയം. ജനത്തിന് വേണ്ടി ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇടത്തിൻ്റെ പേരാണ് ദേവാലയം. ഓരോ ഇടത്തെയും മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കഷ്ടതകൾക്കും വേദനകൾക്കുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പങ്കുചേരാനുള്ള ഒരിടമാണ് ദേവാലയം. അങ്ങനൊരു ഇടത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ദേവാലയത്തെക്കുറിച്ച് പറയുന്ന എങ്ങനെയാണ്, നിങ്ങൾ ആലയം പണിവിൻ, ഞാൻ അതിൽ സംപ്രീതനാകും. ദൈവത്തിൻ്റെ വാക്കാണത്. ദേവാലയത്തിൽ ദൈവം വസിക്കുമെന്നുള്ള ഉറപ്പാണത്. അങ്ങനെ ദൈവത്തിൻ്റെ ആലയം ദേവാലയം എന്ന് വിളിക്കപ്പെട്ടു. ദൈവം വസിക്കുന്ന, ദൈവം ജീവിക്കുന്ന ഇടമായിട്ട് ദേവാലയം മാറി. ഈ ഉറപ്പാണ് പഴയ നിയമം ദേവാലയത്തെക്കുറിച്ച് നൽകുന്ന ഏറ്റവും മനോഹരമായ ചിന്ത. ഈ ചിന്തയോടുകൂടി പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. അത് മനുഷ്യർക്ക് ബോധ്യമുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ പുത്രന് വളരെ കൃത്യമായിട്ടറിയാം, തൻ്റെ അപ്പൻ വസിക്കുന്ന ഇടമാണ് ദേവാലയം. ആ ഇടം പരിശുദ്ധമായിരിക്കണമെന്ന് ക്രിസ്തുവിന് വല്ലാണ്ട് വാശിയുണ്ട്. കുരിശിൽ തറച്ച് കൊന്നവനോട് പോലും ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള മകൻ ദേവാലയത്തിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്രയും ക്ഷുഭിതനായി? കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്ന വചനഭാഗം, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, നിങ്ങൾ ഇതിനെ മാർക്കറ്റ് പ്ലേസ് ആക്കരുത്. വളരെ കൃത്യമായിട്ട് ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വാണിംഗ് ക്രിസ്തു നൽകുകയാണ്. കച്ചവട സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കച്ചവട സ്ഥലമെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഒരുപക്ഷെ ഒരു തലമുറയോട് കൂടി ചേർന്ന് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെയൊക്കെ ദേവാലയം ഇന്ന് കച്ചവട സ്ഥലമാകുന്നുണ്ടോ? 8 മണിക്കുള്ള കുർബാനയ്ക്ക് നമ്മൾ എത്ര പേരാണ് കുറച്ച് സമയം മുമ്പേ വന്ന് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? കുർബാന തുടങ്ങിയതിന് ശേഷം വന്ന് ഓടി വന്ന് മുട്ടിൽമേൽ നിന്ന് കുരിശ് വരച്ച് പാതിയിൽ പങ്കുചേരുന്ന കുർബാനയ്ക്ക് എന്തുമാത്രം അർത്ഥമുണ്ടാകും? കച്ചവട സ്ഥലത്തിന് വേറെയും ഒരു പ്രത്യേകത ഇതാണ്, അവിടെ ഒത്തിരി ഒച്ചപ്പാടും ബഹളവുമായിരിക്കും. ഈ ദേവാലയത്തിനടുത്ത് നിന്ന് സംസാരിക്കുകയും ചിരിക്കുകയും കഥകൾ പറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരോടൊക്കെ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു വാണിംഗ് ഇതായിരിക്കും, നിങ്ങൾ എൻ്റെ ഇടം, എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. നിങ്ങൾക്ക് സംസാരിക്കാനും കളി പറയാനുള്ളൊരിടമല്ലല്ലോ ഇത്. അങ്ങനെ ഒരു ദേവാലയത്തിനകത്തുള്ള പവിത്രത എന്തുമാത്രം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നൊരു ചോദ്യത്തിന് നമ്മളെല്ലാവരും ഇന്ന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കച്ചവട സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്, അവിടെ ലാഭത്തിൻ്റെ കച്ചവടം മാത്രമാണ് നടക്കുന്നത്, അവിടെ ബാർഗെയിനിങ് മാത്രമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ 2 ചിന്തകളോടുകൂടി ഇത് കുറച്ചും കൂടി ഗൗരവകരമായി ചിന്തിക്കണം. ഒരു ദേവാലയത്തിനകത്ത് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനോഭാവം ലാഭത്തിന് വേണ്ടിയുള്ള ഒരു ചിന്തയാണോ? കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇടമായി മാറിയോ ദേവാലയം? അതോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ആനന്ദത്തിലുമൊക്കെ പങ്കുചേരുന്നൊരിടമായി ദേവാലയം മാറിയിട്ടുണ്ടോ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള
ഒരിടമായി മാറണം ദേവാലയം. നമ്മൾ ബാർഗെയിൻ ചെയ്ത് നേടിക്കൊണ്ടു പോകേണ്ട ഒരു ഇടമല്ല ദേവാലയം, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട ഇടമാണ് ദേവാലയം. അങ്ങനെ ലാഭം മാത്രം നോക്കി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു വാണിംഗായിട്ട് നമ്മളിന്ന് വായിക്കേണ്ട ഒരു വാക്യം ഇതാണ്: എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. കൊച്ചു സാമുവേൽ ഇതിനെ വളരെ മനോഹരമായി ഓർമ്മിപ്പിക്കുന്ന പഴയ നിയമത്തിലൊരു സംഭവമുണ്ട്. കുഞ്ഞു സാമുവേൽ ദേവാലയത്തിനകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ദേവാലയത്തിൽ നിന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ അവന് വിളി വരുന്നുണ്ട്, സാമുവേൽ സാമുവേൽ. കേട്ടപ്പോൾ അവൻ ഉണർന്നു നോക്കി. എന്നിട്ട് പുറത്തു പോയിട്ടാണ് ചോദിച്ചത്, നിങ്ങൾ എന്നെ വിളിച്ചോ? ദേവാലയത്തിനകത്ത് കിടന്നുറങ്ങിയവന് വളരെ കൃത്യമായിട്ട് അവൻ അറിഞ്ഞിരിക്കണം, ദേവാലയത്തിനുള്ളിൽ തന്നെയാണ് ആ വിളിയും വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും ദേവാലയത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഒരു സ്വരം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. ആ സ്വരം നമ്മളുടെ പിതാവിൻ്റെ സ്വരമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ പുറത്തു പോയി മനുഷ്യരോട് നമ്മൾ ചോദിക്കും, നിങ്ങളെന്നെ വിളിച്ചായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെയൊക്കെ പ്രശ്നങ്ങളിലും സങ്കടങ്ങൾക്കിടയിൽ ഒരു ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ ദൈവത്തിനെന്തോ പറയാനുണ്ട് എന്നൊരു തിരിച്ചറിവുള്ളിടത്ത്, മിഴിപൂട്ടുന്നിടത്ത് കൃത്യമായിട്ട് പിതാവിൻ്റെ ഇടപെടലുണ്ടാവും, ഒരു സ്വരമുണ്ടാകും. ഇങ്ങനെ കച്ചവട സ്ഥലമാക്കാത്ത ഒരു ദേവാലയത്തിൻ്റെ ചിത്രീകരണം വളരെ മനോഹരമായി ക്രിസ്തു പറഞ്ഞു തരുമ്പോൾ നമ്മളുടെയൊക്കെ ദേവാലയവും നമ്മളുടെയൊക്കെ ഹൃദയവും ദൈവത്തിൻ്റെ ആലയമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിൻ മണികൾ മുഴങ്ങി മാലാഖവൃന്ദങ്ങൾ അണിചേരുകയാ. സോദരരേ, ഒരു മനമോടെ അൾത്താരമുന്നിലായി അണിചേർന്നിടാം. സോദരരേ, ഒരു മനമോടെ അൾത്താരമുന്നിലായി അണിചേർന്നിടാം. ദേവാലയത്തിൻ മണികൾ മുഴങ്ങി മാലാഖവൃന്ദങ്ങൾ അണിചേരുകയായി. അനുഗ്രഹപ്പൂമഴ പെയ്യുന്ന സമയം, സ്വർഗം തുറന്നിടും സമയം. അനുഗ്രഹപ്പൂമഴ പെയ്യുന്ന സമയം, സ്വർഗം തുറന്നിടും സമയം. പൂർണ്ണമായർപ്പിക്കാം ജീവിത സാഗരം, ഏകിടാം ബലിയായി തിരുസന്നിധേ. പൂർണ്ണമായർപ്പിക്കാം ജീവിത സാഗരം, ഏകിടാം ബലിയായി തിരുസന്നിധേ. സോദരരേ, ഒരു മനമോടെ അൾത്താരമുന്നിലായി അണിചേർന്നിടാം. സോദരരേ, ഒരു മനമോടെ അൾത്താരമുന്നിലായി അണിചേർന്നിടാം. സമർപ്പിക്കാം നൽകാഴ്ച തൃപ്പാദത്തിൽ, നൽകിടാം ഹൃദയത്തിൻ അകത്തളങ്ങൾ. സമർപ്പിക്കാം നൽകാഴ്ച തൃപ്പാദത്തിൽ, നൽകിടാം ഹൃദയത്തിൻ അകത്തളങ്ങൾ. അർപ്പിക്കാം നവ്യമാം ദിവ്യബലി, നന്മയാൽ നിറവാർന്ന മനസ്സുമായി. അർപ്പിക്കാം നവ്യമാം ദിവ്യബലി, നന്മയാൽ നിറവാർന്ന മനസ്സുമായി. ദേവാലയത്തിൻ മണികൾ മുഴങ്ങി മാലാഖവൃന്ദങ്ങൾ അണിചേരുകയാ.
സോദരരെ